അല്ല അത് വന്നിട്ട് പറയാം. ആ അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യണ്ടേ? ശരി ശരി ശരി, വന്നിട്ട് കാണാം. അല്ലടാ, നീ ബേബിച്ചായൻ്റെ മറ്റേ ഹൗസ് വാമിങ്ങിന് പോണില്ലേ? പോയില്ല. എന്താ പോകാത്ത? കുറച്ച് സമയം ചീരത്തോട്ടത്തൊക്കെ ഇരുന്ന് ഒന്ന് വിശപ്പ് കൂടിയിട്ടാൻ പോവാം. അപ്പം നല്ലവണ്ണം കഴിക്കാമല്ലോ. എടാ, ഒരു ചടങ്ങിനൊക്കെ പോകുമ്പോൾ ഈ തിന്നണ നേരത്താണ് പോവുക. ഒത്തിരി നേരത്തെ പോകണ്ടേ? നീ ഒരു കാര്യം ചെയ്ത് ഇപ്പം തന്നെ വിട്ടോ. എന്നിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ട് ഇങ്ങോട്ട് ചീരത്തോട്ടത്തിലേക്ക് വരണ്ട. നീ നേരെ വീട്ടിൽ പൊക്കോ. എന്ത്? നാളെ വന്നാൽ മതി. ഇന്ന് എനിക്കിവിടെ ചില പരിപാടികളുണ്ട്. എന്ത് പരിപാടി? അത് കനകനും ക്ലീറ്റും അങ്ങോട്ട് വരുന്നുണ്ടേ. അപ്പം അവരായിട്ടൊന്ന് കൂടിയിട്ടൊക്കെയാണ് ഞാൻ വേവിച്ചാൻ്റെ അവിടേക്ക് പോകുള്ളൂ കേട്ടാ. അപ്പം നീ വിട്ടോ 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 വിട്ടോ. എന്നാൽ ശരി. ആ, ഭക്ഷണം കഴിച്ചിട്ട് നേരെ പൊക്കോണേ. വന്നോ? എന്ത് ഭംഗിയാ ചേട്ടാ ചീരത്തോട്ടം കാണാൻ. അതെ, അതാണ് ഞാൻ വരാൻ പറഞ്ഞത്. പിന്നെ ഒരു മിനിറ്റ്. ഇത് എൻ്റെ തോട്ടത്തിലെ ചീര. ഗിരിജ വരുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറിച്ചു വെച്ചതാ. പിന്നെ ബേബിച്ചായൻ്റെ അവിടേക്ക് പാലുകാച്ചലിന് ഞാൻ വരുന്നില്ല. കാരണം നമ്മളവിടെ നമ്മുടെ മരുമക്കൾ വരുന്നുണ്ട്, അവർ കാണും. അല്ല ചേട്ടാ, ഇതുകൊണ്ട് ഞാൻ എങ്ങനെ പാല് വെച്ച് വീട്ടിൽ പോകുന്നേ? അയ്യോ, ഈ ഗിരിജ വരണ ധൃതിയിൽ ഇത് പൊട്ടിച്ചപ്പോൾ ഞാൻ അത് ഓർത്തില്ല. ഗിരിജ ഒരു കാര്യം ചെയ്യൂ, പാലുകാച്ചിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വന്ന് മേടിച്ചാൽ മതി. ഞാൻ ഗിരിജനെ ഇവിടെ കാത്തിരിക്കാം. പിന്നെ ഞാൻ ഗിരിജോട് വരാൻ പറഞ്ഞത് ഒരു കാര്യം പറയാനാ. എന്താ ചേട്ടാ? അത് എന്നെയും ഗിരിജാനെയും കുറിച്ച് പിള്ളേരിങ്ങനെ ഓരോന്ന് പറയണേ. ഞാൻ അവരോട് എന്താ പറയണ്ടേ? എനിക്കിഷ്ടമായി. ഗിരിജയ്ക്കോ? ഗിരിരാജൻ ചേട്ടന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. ഇതിനാണല്ലേ ഞങ്ങൾ ഒഴിവാക്കിയത്. പോയി 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 ദോ പോണം. ബാബുക്കുട്ടനെ വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് പാലുകാച്ചിന് പോയാലോ? മുതുക്ക് പാവം കിട്ടൂടാ.